ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഡ്രസ്സ് എലൈനാണ്, കോളറാണ്. ഇതെൻ്റെ ഡ്രസ്സല്ല, അമ്മൂൻ്റെ ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് കുറച്ച് ടൈറ്റാണ്. അപ്പോൾ അവൾക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അവൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ ഫിഗർ വരുന്നത്. അപ്പോൾ ഞാനിത് എംബ്രോയ്ഡറി ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം സ്കെച്ച് ചെയ്യാണ്. അപ്പോൾ വരയ്ക്ക് റൗണ്ടൊക്കെ കറക്റ്റ് ഷേപ്പിലൊക്കെ വരച്ചൊക്കെ പഠിച്ചിട്ടോ. ഞാൻ 5 ഫ്ലവറാണ് ഉദ്ദേശിക്കുന്നത്. 2 കോളറിലും 5 ഫ്ലവറായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബുള്ളിയൻ റോസ് ആണ് ഞാൻ വിചാരിച്ചത് ചെയ്യാമെന്ന്. എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് നന്നാവോ എന്നുള്ളത്. കാരണം ഞാൻ കുറേ ആയിട്ട് ഇപ്പം ഈ ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ട് കേട്ടോ. ഇപ്പം ആര്യ വർക്ക് എന്നെ ചെയ്യുന്നതിനെ കൊണ്ട് ഇത് ചെയ്തിട്ട് കുറേ ആയി ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഇതിപ്പം നന്നാവോ ഇല്ലയോ എന്നൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു, അത് വേറെ. അപ്പോൾ ഇത് നമ്മുടെ ബുള്ളിയൻ റോസ് റെഡിയാണ്. ഞാൻ 2 ബുള്ളിയൻ റോസേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി ചെയ്യാൻ എനിക്കൊരു കംഫർട്ട് അല്ലായിരുന്നു. കാരണം റിങ്ങിലൊന്നും ഇട്ടിട്ട് ഫ്രെയിമിലൊന്നും ഇട്ടിട്ട് ചെയ്യുന്നല്ലോ. അപ്പം അതിൻ്റേതായ ചെറിയൊരു പിടുത്തം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി ബുള്ളിയൻ റോസ് ചെയ്യണ്ട, പകരം നമുക്ക് വേറൊരു ഫ്ലവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബുള്ളിയൻ റോസൊക്കെ ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേണ്ട കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഈ ഡ്രസ്സ് റെഡിമെയ്ഡ് ആണ് കേട്ടോ, സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതല്ല. ഇത് കോട്ടൺ ആണ്. SM സ്ട്രീറ്റ്, നമ്മുടെ കോഴിക്കോട് SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ചെറിയ വിലയ്ക്ക് വാങ്ങിയതാണ്, വലിയ വിലയ്ക്കൊന്നുമല്ല. അവൾ ഇങ്ങനത്തെ 2-3 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം ഭംഗിയുണ്ട്, ഒരേപോലെ തന്നെയാണ് എടുത്തത്. പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇതേ സെയിം സാധനം ഒരു ബ്ലാക്ക് സ്റ്റിച്ച് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഓർഗൻസ ക്ലോത്തിൽ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇട്ടപ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടായിരുന്നു. അവളടുത്തുള്ളത് കൊണ്ട് എനിക്ക് വേറെ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും. കാരണം ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടുന്നതാണ്. എന്നാലും ബ്ലാക്ക് എനിക്കൊരു താല്പര്യമുണ്ട് ചെയ്യാൻ. കുറേ ആയി ഞാൻ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ അടുത്തൊരു ദിവസം കസിൻ്റെ കല്യാണത്തിന് പോകുമ്പോഴാണ് ബ്ലാക്ക് ഇട്ടത്. ഇല്ലെങ്കിൽ ബ്ലാക്ക് തന്നെയായിരുന്നു ഗൈസ്. ബ്ലാക്ക് ഇല്ലാത്തൊരു ജീവിതം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് ഇട്ടിട്ട് ബ്ലാക്ക് എടുക്കലും ഇല്ല അങ്ങനെ. അപ്പോൾ ഞാൻ അടുത്ത ഫ്ലവറിലേക്ക് പോയിട്ടുണ്ട്. ലേസി ഡേസി ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുവിധം എല്ലാ ഡ്രസ്സിലും ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു ലേസി ഡേസി ഫ്ലവർ ഉണ്ടാവും. കാരണം എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ് അത് ചെയ്യാനും കാണാനും കേട്ടോ. അപ്പോൾ അധികവും ഞാൻ എൻ്റേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ ഉണ്ടാവലുണ്ടായിരുന്നു. അപ്പോൾ ലേസി ഡേസിയാണ് ചെയ്യുന്നത്. ചുറ്റുമുള്ള 4 ഫ്ലവറാണെന്ന് തോന്നുന്നു. 4 ഫ്ലവറിനും ലേസി ഡേസിയാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. ഇതുപോലുള്ള പ്ലെയിൻ ഡ്രസ്സൊക്കെ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഹാൻഡ് എംബ്രോയ്ഡറി എന്തെങ്കിലും ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്താലും മതി. അതൊരു ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അധികവും റണ്ണിങ് സ്റ്റിച്ച് മാത്രമുള്ള ഡ്രസ്സൊക്കെ ഇറങ്ങുന്നുണ്ട് എലൈനായിട്ട്. അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് പഠിക്കാനൊന്നും. യൂട്യൂബിൽ തന്നെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ കുറേ ട്യൂട്ടോറിയൽ ക്ലാസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പഠിക്കാവുന്നതാണ്. സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. നമ്മുടെ ലേസി ഡേസി ഫ്ലവർ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു പേൾ ബീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. ഇനി ഇതേ ചെറിയൊരു വർക്കും കൂടി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഫുള്ള് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഇതേ ഒരു വേവ്സ് പോലെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യണത്. അത് ഞാൻ ത്രെഡ് എടുത്തത് ഡബിൾ ഷെയ്ഡുള്ള ത്രെഡാണ്, ഗ്രീനും വൈറ്റും ആയിട്ട് വരുന്ന ത്രെഡാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ത്രെഡ് എടുക്കുമ്പം ആങ്കറിൻ്റെ ത്രെഡ് തന്നെ, ഞാൻ ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആങ്കറിൻ്റെ ത്രെഡ് തന്നെ എടുക്കുക. ബാക്കിയുള്ള ത്രെഡൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല കളർ ഇളകുമോ എന്നുള്ളത്. ഒരുവിധം എല്ലാ ത്രെഡും കളർ ഇളകും. ആങ്കറിൻ്റെ മാത്രമേ ഷൈനിങ്ങും ഉണ്ടാവുള്ളൂ, അതേപോലെ തന്നെ കളർ ഇളകാത്തൊരു പ്രശ്നവും വരുള്ളൂ കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ സൈഡിലൊക്കെ നല്ല ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഞാൻ കട്ട് ബീഡ് യൂസ് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി ഇതന്നെ ആയിരിക്കും ഭംഗിയെന്ന്. അപ്പോൾ ഞാൻ ലേസി ഡേസി തന്നെ ഗ്രീൻ കളറിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞു വർക്ക് ഇതേ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലാകെ യൂസ് ചെയ്തത് ബുള്ളിയൻ റോസ്, പിന്നെ
ലേസി ഡേസി, പിന്നെ ബാക്ക് സ്റ്റിച്ച്, ഈ ഒരു 3 സ്റ്റിച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ പേളും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പേൾ ബീഡ്. അത്രേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് കഴിയുന്ന വർക്കാണ്. പക്ഷെ ഞാൻ 2-3 ദിവസം എടുത്തിട്ടാണ് ചെയ്തത്. കാരണം കുറച്ച് മടി, കുറച്ച് വേറെ വർക്ക് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റ് ആയി. അപ്പോൾ ഗൈസ്, ഈ ഒരു കുഞ്ഞ് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.